നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക് പ്രൈമിംഗ് എന്നുള്ളതാണ്. പ്രൈമിംഗിൽ നിന്ന് പല ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. എന്താണ് വാട്ട് ഈസ് പ്രൈമിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് വൈ ഇറ്റ് ഈസ് നെസസറി? ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ആവർത്തിക്കുന്നത്. ഇത് ക്ലാസ്സിൽ ഒരിക്കൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നതാണ്, എങ്കിലും വേഗം ഒന്ന് ആവർത്തിക്കുകയാണ്. പ്രൈമിംഗ് ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് ഫില്ലിംഗ് ദ എൻറ്റയർ സക്ഷൻ പൈപ്പ് ആൻഡ് കേസിംഗ് ആൻഡ് ദ ഇംപെല്ലർ ആൻഡ് ദ പോർഷൻ ഓഫ് ദ ഡെലിവറി പൈപ്പ്. ഇപ്പൊ അതായത് നമുക്ക് അറിയാം, നമ്മൾ വീട്ടിൽ കിണറ്റിൽ നിന്ന് മോട്ടോർ വെച്ചിട്ട് മുകളിലേക്കുള്ള ടാങ്കിലേക്ക് പൈപ്പിൽ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബബിൾസ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഡെലിവറി പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഡെലിവറി പൈപ്പില്, അതുപോലെ തന്നെ നമ്മുടെ മോട്ടറിന്റെ ഉള്ളിലെ കേസിംഗ്, മോട്ടർ എന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ്, നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പമ്പ് അല്ലെ, പമ്പിന്റെ കേസിംഗിൽ കംപ്ലീറ്റ് പമ്പിൽ നിന്ന് താഴേക്ക് സമ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സക്ഷൻ പൈപ്പില്, ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തില്, സക്ഷൻ പൈപ്പിന്റെ ഈ ഒരു ഭാഗത്തില്, അതുപോലെ തന്നെ പമ്പ്, ഇംപെല്ലർ, ഡെലിവറി വാൽവ് വരെയുള്ള ഇത്രയും ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്നു. യാതൊരു വേപ്പർ ബബിൾസും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്ചാർജ് നമുക്ക് എങ്ങോട്ടേക്ക് കിട്ടുന്നത്? ടാങ്കിലേക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രൈമിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ദ എൻറ്റയർ സക്ഷൻ പൈപ്പ്, കേസിംഗ്, ഇംപെല്ലർ, പോർഷൻ ഓഫ് ദ ഡെലിവറി പൈപ്പ് അപ് ടു ഡെലിവറി വാൽവ് വരെ നമ്മൾ ഫില്ല് ചെയ്യുന്നു വിത്ത് ലിക്വിഡ് ടു ബി പമ്പ്. ഏത് ലിക്വിഡ് ആണോ പമ്പ് ചെയ്യേണ്ടത് ആ ലിക്വിഡിനെ വെച്ചുകൊണ്ട് ഈ പർട്ടിക്കുലർ സ്ഥലങ്ങളിലെല്ലാം ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എന്താണ്, ദസ് എയർ ഫ്രം ദിസ് പാർട്സ് വിൽ ബി റിമൂവ്. അവിടുത്തെ എയർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് എയറിനെ റിമൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംപെല്ലറിൽ എത്ര, ഇംപെല്ലർ റൊട്ടേറ്റ്സ് ഇൻ എ ലിക്വിഡ്, ഹെഡ് ഇമ്പാർട്ടഡ് എത്രയാണ്? VW2U2G ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇംപെല്ലർ റൊട്ടേറ്റ്സ് ഇൻ എയർ ആണെങ്കിൽ, എയർ എന്ന് പറയാൻ എയർ ആണ്, അതായത് വെള്ളമില്ല, എയർ ആണ് പോകുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻ? VW2U2G മീറ്റേഴ്സ് ഓഫ് എയർ ഡെവലപ്ഡ് ആണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കാര്യം, ഹെഡ് ഡെവലപ്ഡ്. ഇനി if the impeller rotate in water ആണെങ്കിൽ VW2U2G meters of water. ഇതാണ് ഇത്ര മീറ്റേഴ്സ് ഓഫ് എയർ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് മുഴുവനായിട്ട് എയറിൽ, ഇത് മുഴുവനായിട്ട് വാട്ടറിൽ. ഈ എക്സ് മീറ്റേഴ്സ് ഓഫ് എയർ വളരെ ലെസ് ദാൻ ആണ് എക്സ് മീറ്റേഴ്സ് ഓഫ്, അതായത് വാട്ടറിന്റെ ഹെഡിനേക്കാൾ വളരെ കുറച്ച് ഹെഡ് മാത്രമാണ് ആർക്കുണ്ടാവുള്ളൂ? എയറിനുണ്ടാവുന്നുള്ളൂ. ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ VW2U2G എന്ന് പറയുന്ന ഒരു വാല്യൂ വാട്ടറിന്റെ കേസിൽ കൂടുതലായിരിക്കും. അങ്ങനെ ഹെഡ് കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് മുകളിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സപ്പോസ് ഇഫ് ദർ ഇസ് എനി എയർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എയർ മോളിക്യൂൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇതിന്റെ ഹെഡിനെ ബാധിക്കും, മുകളിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ അതാണ് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം. ഇഫ് ദി ഇംപെല്ലർ റൺസ് ഇൻ എയർ ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ലിഫ്റ്റ് എ ഹെവിയർ ലിക്വിഡ് സച്ച് ആസ് വാട്ടർ. വാട്ടർ ഒന്നും മുകളിലേക്ക് അങ്ങ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Thus, in order to lift water, impeller should rotate fully in water. Then only the required manometric head അല്ലെങ്കിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള വെള്ളം മുകളിലേക്ക് ഡിസ്ചാർജ് ഒക്കെ മുകളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഇതാണ് പ്രൈമിങ്ങിന്റെ ആവശ്യം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് എല്ലാവരോടും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിത്ത് എ നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കർവ്സ് നമ്മൾ ഒന്ന് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഒരു പമ്പിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ടർബൈനിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തെ കാര്യമാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്, MCC, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. ഈ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ N റിമെയിൻസ് കോൺസ്റ്റന്റ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? H റിമെയിൻസ്, എന്നല്ല, H റിമെയിൻസ് കോൺസ്റ്റന്റ്. ഹെഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മൾ ടർബൈനിലായിരുന്നു N നമ്മൾ കോൺസ്റ്റന്റ് ആക്കുന്നത്. പമ്പിലാണെങ്കിൽ എന്താണ്? ഹെഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഹെഡ് അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് എങ്ങനെയാണ് പവറിന്റെ വേരിയേഷൻ, ഹെഡ് അതുപോലെ തന്നെ ഡിസ്ചാർജും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്, അതായത് ഇൻപുട്ട് പവർ
ഔട്ട്പുട്ട് പവറും ഏത് രീതിയിൽ വേരി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഇതിന്റെ വേരിയേഷൻ ആണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മതി. അതായത് ഹെഡ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹെഡ് കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു HM ഡിവൈഡ് ബൈ D സ്ക്വയർ ബൈ N സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹെഡ് എന്തിനോട് മാനോമെട്രി ഹെഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു N സ്ക്വയർ. അതായത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു സ്പീഡിനോട്. ഇനി ഡിസ്ചാർജ് കോഎഫിഷ്യന്റ് Q ഡിവൈഡ് ബൈ D ക്യൂബ്. അപ്പൊ നമുക്ക് നമ്മൾ എങ്ങനെയാണ് ക്യൂവും അതുപോലെ തന്നെ എന്നുമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ക്യൂവും എന്നും ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ പവർ ആണെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു N ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഹെഡ്, ഡിസ്ചാർജ്, പവർ മുതലായ കാര്യങ്ങൾ എന്നുമായിട്ടുള്ള വേരിയേഷൻ, ഒരെണ്ണം സ്ക്വയർ ആയിട്ട്, ഒരെണ്ണം ലീനിയർ ആയിട്ട്, ഒരെണ്ണം ക്യൂബിക്കൽ ആയിട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. കണ്ടോ, നമ്മുടെ ഈ P പ്രൊപ്പോർഷണൽ ടു N ക്യൂബ്, അതായത് ഒരു ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് പവർ വിത്ത് റെസ്പെക്ട് ടു സ്പീഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഹെഡിന്റെ കാര്യത്തിൽ എങ്ങനെ വരുന്നു? ഹെഡിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് H പ്രൊപ്പോർഷണൽ ടു N സ്ക്വയർ എന്നുള്ള കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ Q പ്രൊപ്പോർഷണൽ ടു N. ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓരോന്നിന്റെ വേരിയേഷൻ എങ്ങനെ വരുന്നു, പാരാബോളിക് ആയിട്ട് ഏതാണ് വരുന്നത്, ലീനിയർ ആയിട്ട് ഏതാണ് വരുന്നത്, ക്യൂബിക് ആയിട്ട് ഏതാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിനെയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറഞ്ഞാൽ പമ്പ് റൺ അറ്റ് റേറ്റഡ് സ്പീഡ്, ഒരു പർട്ടിക്കുലർ റേറ്റഡ് സ്പീഡ്, ദാറ്റ് ഈസ് N റിമൈൻസ് കോൺസ്റ്റന്റ്. ഒരു എന്താണ് സ്പീഡിനെ ഒരു പർട്ടിക്കുലർ റേറ്റഡ് സ്പീഡിൽ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ഡിസ്ചാർജ് വേരി ചെയ്യുന്നതനുസരിച്ച് ഡിസ്ചാർജ് ഇങ്ങനെ എക്സ് ആക്സിൽ വെച്ചുകൊണ്ട് ആ ഡിസ്ചാർജിനനുസരിച്ച് ഇതിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ്, പവർ എങ്ങനെയാണ്, ഹെഡ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യുന്നു. ഈ പവർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് പവർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കിയോ, ഹെഡിന്റെ വേരിയേഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്, കുറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുന്നു. എഫിഷ്യൻസി ആസ്വീനോ, എഫിഷ്യൻസിയുടെ ഷേപ്പ് നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഇൻപുട്ട് പവറും ഇത് ഹെഡ് കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിത് ഒരെണ്ണം ഔട്ട്പുട്ട് പവർ, ഇൻപുട്ട് പവർ രണ്ടും നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെയുള്ളത്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടീഷൻ. ഇനി ഏത് കണ്ടീഷനിലാണ് ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് വരച്ചിട്ട് എഫിഷ്യൻസി മാക്സ് വരുന്ന ആ പർട്ടിക്കുലർ സാധനം, ആ പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു, അവിടുന്ന് താഴേക്ക് വരച്ചു. അപ്പൊ ഇതിന്റെ താഴെ കിട്ടുന്ന ഏതാണ് ഏറ്റവും ബെറ്റർ, ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന, അതായത് നല്ല എഫിഷ്യൻസിയിൽ കിട്ടുന്ന എപ്പോഴാണ് ഡിസ്ചാർജ്. ഇനി നല്ല എഫിഷ്യൻസി കിട്ടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് പവർ അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും നമുക്ക് മെഷർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഏതാണ് മാക്സിമം എഫിഷ്യൻസി, ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള ക്യൂ എത്രയാണ്, അതുപോലെ തന്നെ പവർ ഇൻപുട്ട് ഔട്ട്പുട്ട് എത്രയാണ്, ഹെഡ് എത്രയാണ്, മുതലായ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ടർബൈൻ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ അടുത്തത് പഠിച്ചെഴുതേണ്ട ഒരു കാര്യമാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്സ് ഓഫ് പമ്പ്. ഇനി അടുത്ത മറ്റ് ചില ഒരു കാര്യങ്ങളാണ് ടിപ്പിക്കൽ ഫ്ലോ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവ്, പമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. ഇപ്പൊ പറഞ്ഞ ഒരു വശം തന്നെ മറ്റൊരു രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഹെഡ് വേഴ്സസ് ക്യൂവ്, നമ്മളൊരു സിസ്റ്റത്തിന്റെ, മേ ബി ഏതൊരു പമ്പ്സ് എന്ന് പറഞ്ഞ ഒരു ജനറൽ സിസ്റ്റത്തിന്റെ ഹെഡ് വേഴ്സസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കർവാണ്. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ എന്ന് വെച്ചാൽ പമ്പ് എന്ന് പറഞ്ഞ സീരീസ്, ജനറലി സ്പീക്കിംഗ് ഒരു പമ്പിന്റെ ഒരു കണ്ടീഷനാണ് സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒന്ന് ശ്രദ്ധിക്കുക, ഹെഡും ഫ്ലോ റേറ്റും ഡിസ്ചാർജും തമ്മിലുള്ള ഒരു കാര്യം. അപ്പൊ ഇത് സിസ്റ്റം കർവ് എന്ന് പറഞ്ഞ ഈ രീതിയിലായിരിക്കും സാധാരണ ഇതിൽ വരുന്നത്. ചേഞ്ച് കണ്ടീഷൻ എന്തെങ്കിലും കാരണവശാൽ എഫിഷ്യൻസി ഡ്രോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ നമ്മളിവിടെ കൊടുക്കുന്നു എന്നുള്ളത് ചേഞ്ച് കണ്ടീഷൻ. ദെൻ പമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു പമ്പ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കിട്ടുന്ന എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ അതിന്റെ ഹെഡ്
വിത്ത് റെസ്പെക്ട് ടു അതിന്റെ ഹെഡിൽ ഓരോ ഹെഡിലും കിട്ടേണ്ടുന്ന വേരിയേഷൻ ഈ രീതിയിലാണ് എന്നുള്ളത്. ഓരോ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഇത്. ഇനി എവിടെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവും ഇങ്ങനെ എഴുതാം. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്ന സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവും അതുപോലെ തന്നെ പമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കർവും ഈ രണ്ടും കൂടി ഒരുമിച്ച് മെർജ് ചെയ്തിട്ട് അത് എവിടെ മീറ്റ് ചെയ്യുന്നു അവിടെയാണ് നല്ല ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ 10 ഡയമീറ്ററിന്റെ ഇവിടെ ഈ ഒരു സിസ്റ്റം കർവ്, ഇതാണ് സിസ്റ്റം കർവ്. ഇത് സിസ്റ്റം കർവ്, മറ്റു വരച്ചിരിക്കുന്നത് പമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. ഇത് രണ്ടും കൂടി ചേർത്ത് വരയ്ക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഫ്ലോ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് പമ്പിന്റെ എന്ന് മാത്രമല്ല ഏത് ഉപകരണങ്ങളുടെയും നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ആ ഉപകരണങ്ങളുടെ സിസ്റ്റത്തിന്റെ ജനറൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ മാനുഫാക്ചർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് പമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് കർവ്. ഇവ രണ്ടും കൂടി മെർജ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ ഡിഫൈൻ ആയിട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹെഡ് ആൻഡ് HQ. ദാറ്റ് ഈസ് H എന്ന് പറഞ്ഞ ഹെഡ്, Q എന്ന് പറഞ്ഞ HQ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. അപ്പൊ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് മാനോമെട്രിക് എഫിഷ്യൻസി ഇല്ലേ, നമ്മൾ ആദ്യം തന്നെ ഡിറൈവ് ചെയ്തിരുന്നു. HM = VW2U2/G എന്നുള്ള കാര്യം ഇല്ലേ. അപ്പൊ ഇത് നമ്മൾ ആ വെലോസിറ്റി ട്രയാങ്കിളിൽ കൂടി ഒന്നുകൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ VW2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ എഴുതിയിരിക്കുന്നത് U2 - VF2 കോട്ട് ഫൈ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇല്ലേ. അപ്പൊ ഈ VF2 തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ, VF2 = Q ഡിസ്ചാർജിനെ മെഷർ ചെയ്യുന്ന ഒരു സാധനം എന്നുള്ളതിൽ Q/A × VF ആണല്ലോ. അതായത് Q നമുക്കൊരു അറിയാവുന്ന Q ഏരിയ ഇൻറ്റു അതിലൂടെ പോകുന്ന വെലോസിറ്റി. അപ്പൊ Q/A × കോട്ട് ഫൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ U2 നമുക്ക് ഏത് രീതിയിൽ എഴുതാം? പൈ D2N / 60 മൈനസ് QA × കോട്ട് ഫൈ എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ എഴുതി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1. അപ്പൊ VW2 ഇതിനിപ്പോ എന്താണ്? ഇത് ഒറ്റയടിക്ക് VW2 ആണ്. അപ്പൊ നമുക്ക് ഈ മാനോമെട്രിക് ഹെഡിലെ VW2U2/G എന്ന് പറയുന്ന കാര്യം അല്ലെ, VW2U2/G എന്നുള്ളതിന് ഈ പർട്ടിക്കുലർ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1/G × VW2. VW2 നമുക്ക് എന്ത് എഴുതാം? പൈ D2N/60 മൈനസ് QA × കോട്ട് ഫൈ ഇൻറ്റു U2. U2ന്റെ വാല്യൂ എന്താ? പൈ × D2N/. അപ്പൊ ഇത് ഗുണിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ ഈ H തിയററ്റിക്കൽ എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യത്തിൽ ഇത്ര വലുതാക്കി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചെറിയൊരു സാധനത്തിന് നമ്മൾ ഇത്രയും വലുതാക്കി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു D, N ഇതൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പർട്ടിക്കുലർ സാധനത്തിന്റെ ഈ ഒരു കാര്യത്തെ ഇതിനെ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇതും ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യത്തിനെ നമുക്ക് K1 എന്നും K2 എന്നും കൊടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ H തിയററ്റിക്കൽ ആയിട്ടുള്ള വാല്യൂ = എ കോൺസ്റ്റന്റ് K1 മൈനസ് K2 × Q എന്ന് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. അപ്പൊ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഹെഡിന്റെ മാനോമെട്രിക് ഹെഡിന്റെ അല്ലെ, ആ ഹെഡിന്റെ നമ്മൾ തിയററ്റിക്കൽ ആയിട്ടുള്ള വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് VW2 കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുത്തി അങ്ങനെ വരുമ്പോൾ ഹെഡും ഡിസ്ചാർജും തമ്മിലുള്ള റിലേഷൻ കിട്ടി. അതെങ്ങനെയായിരുന്നു? H = K1 is a constant minus K2 also a constant into KQ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ HQ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫോർമുല അനുസരിച്ചുകൊണ്ട് HQ X ആക്സിസിൽ Q, Y ആക്സിസിൽ H ഇത് രണ്ടും വെച്ചുകൊണ്ട് HQ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് പ്ലോട്ട് ചെയ്യുന്നു. ഈ പ്ലോട്ട് ചെയ്യുന്ന കർവിന്റെ 5 കർവുകൾ ഇവിടെ കാണാനായിട്ട് വരുന്നു. 1, 2, 3 ഇതാണ്, 4 and 5. അഞ്ചാമത്തെ മാത്രം ഞാൻ സ്ക്വയറിൽ ഇടാം.
ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം മനസ്സിലായിട്ട് ഈ 5 കർവുകളും HQ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 കർവിന്റെയും കാരണം എന്താണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെ വന്നു, ജനറൽ ഇക്വേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഒന്നാമത്തെ കാര്യം, കുറെ ഗിവൺ പമ്പ് റണ്ണിങ് അറ്റ് കോൺസ്റ്റന്റ് പീരീഡ് K1 ആൻഡ് K2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് HQ ക്യാരക്ടറിസ്റ്റിക്സിന്റെ സാധാരണ രീതിയിൽ വരച്ചിരിക്കുന്ന അതായത് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് എന്താണ്, H തിയററ്റിക്കൽ ഇസ് ഇക്വൽ ടു K1 മൈനസ് K2 ഇൻറ്റു Q. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ജനറലി ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ കർവാണ് കർവ് 1. അപ്പൊ ഒന്നാമത്തെ കർവ് എന്ന് പറയുകയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ അല്ലെ, ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, ജനറൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കർവാണ് കർവ് 1. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ സപ്പോസ് ഇഫ് ദർ ഇസ് എനി സ്ലിപ്പ്, കണ്ടീഷൻ ഓഫ് സ്ലിപ്പ് നോക്കാം കേട്ടോ. കണ്ടീഷൻ ഓഫ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫിഷ്യൻസി ഡ്രോപ്പ്, മേ ബി ഡ്യൂ ടു ഹൈഡ്രോളിക് ലോസ്, അങ്ങനെ എന്തെങ്കിലും കണ്ട് കണ്ടീഷൻ ഓഫ് സ്ലിപ്പും കൂടി പരിഗണിക്കുകയാണെങ്കിൽ സ്ലിപ്പ് ഈസ് 1 മൈനസ് സിഗ്മ എസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് സ്ലിപ്പ് ഇതിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ആക്ച്വലി വരുന്ന വേരിയേഷൻ എന്തായിരിക്കും, ഈ ശരിക്കും ഇങ്ങനെ വരുന്നതിന് പകരം ഈ രീതിയിലായിരിക്കും, കർവ് 2 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇതാണ് കണ്ടീഷൻ ഓഫ് സ്ലിപ്പ് കണക്കാക്കി എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഹെഡ് വേഴ്സസ് ക്യൂ എന്ന് പറഞ്ഞ്, അതാണ് കർവ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മൂന്നാമത്തെ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഇമ്പല്ലറിന്റെ ബ്ലേഡിൽ അങ്ങോട്ട് കുറച്ച് വേരിയേഷൻസ് വരും. അപ്പൊ ബ്ലേഡ് ഒക്കെ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഷോക്ക് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഷോക്ക് വേവ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഷോക്ക് വേവിന്റെ എത്രയാണോ ഹെഡ് ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഹെഡ് ഷോക്ക് ലോസ്, അതായത് ഷോക്ക് കൊണ്ടുണ്ടാകുന്ന ഹെഡ് ലോസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ കർവ്. അതായത് ഇമ്പല്ലർ ബ്ലേഡുകളിൽ ഷോക്ക് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട്, ഷോക്ക് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഷോക്ക് അല്ല, മൂവ്മെന്റ് വന്നിട്ട് ഉണ്ടാകുന്ന ഷോക്ക്, അതായത് വാട്ടർ ഫ്ലോ കൊണ്ട് ഉണ്ടാകുന്ന ഷോക്ക്. ഈ പർട്ടിക്കുലർ ഷോക്ക് വേവ് ഉണ്ടാകുന്ന കർവാണ് തേർഡ് കർവ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് കർവ് എന്ന് പറയുകയാണെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ഹെഡ് ലോസ് ആണ് ഈ 4. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 3ഉം 4ഉം എന്ന് പറയുന്ന കാര്യം, ഈ 3ഉം 4 ഇവ രണ്ടും രണ്ട് ലോസസിന്റെ കർവാണ്. ഈ 3ഉം 4ഉം എന്താണ്, ലോസസ് കർവാണ്. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ജനറലിൽ നിന്ന്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് സ്ലിപ്പ് മൂലം ഉണ്ടാകുന്ന വേരിയേഷൻ, വേണമെങ്കിൽ ഒരു ചെറിയ ആക്ച്വൽ ബിഹേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ ശരിക്കും ഉണ്ടാവേണ്ടിയിരുന്ന HQ വേരിയേഷൻ ആണ് കർവ് 1. സ്ലിപ്പ് ഉണ്ടായതുകൊണ്ട് അത് 2 ആയി. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന 2 ലോസസ് ആണ്, ഒന്ന് ഷോക്ക് വഴി ഉണ്ടാകുന്ന ലോസ്, 2 ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന ലോസ്. ഓക്കെ, അപ്പോ നമുക്കൊന്ന് ജനറലി ഈ 1, 2, 3, 4, 5നെയും കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ രീതിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന എന്തായിരുന്നു, 1 ഉണ്ടാവേണ്ടിയിരുന്നു, അത് 2 ആയി പോയി സ്ലിപ്പ് കാരണം. ഇനി 3ഉം 4ഉം ലോസ് ഉണ്ട്. അപ്പോ 1ഉം 2ഉം കൺസിഡർ ചെയ്തു, 3ഉം 4ഉം ലോസ് അതിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ശരിക്കും ആക്ച്വൽ ആയിട്ടുള്ള HQ വേരിയേഷൻ ആണ് എന്ത്, കർവ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഷോക്ക് ലോസ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ലോസ് ഉണ്ടാവുന്നത്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ഇനി സ്ലിപ്പ് വാഷ് എങ്ങനെയാണ് ലോസ് വരുന്നത്, കർവ് 1 എന്താണ്, കർവ് 5 എന്താണ്. അപ്പൊ ഇതിനെയാണ് HQ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കണം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവിറ്റേഷൻ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.